എത്തിക്കാത്തിന്റെ നിയത്തോടു കൂടി ഇരിക്കാം. വെള്ളിയാഴ്ച ദിവസം കൂടിയാണ്. ചെറിയ 10 മിനിറ്റ് കൊണ്ട് ഇൻഷാല്ലാഹ് നമുക്ക് നിർത്താം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മിൽ കബൂലാക്കുമാറാകട്ടെ. ഇൻഷാല്ലാഹ് പരിശുദ്ധമായ റമദാനിന്റെ ബഹുമാനങ്ങളാണ് ഖുതുബ നമ്മോട് പറഞ്ഞത്. ആദ്യമായി പറഞ്ഞു അത്തിയുല്ലാഹ വ അത്തിയു റസൂലല്ലാഹ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ റസൂലിനെയും നിങ്ങൾ അനുസരിക്കുന്നവരാകണം. ഇന്ന ശഹറക്കും ഹാദാ, നിങ്ങൾ ഇപ്പോൾ നിലകൊള്ളുന്ന ഈ പവിത്രമായ മാസം, അത് ശഹറുൽ തഖ്വ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തഖ്വ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. തഖ്വ നമ്മുടെ തറാവീഹ് കൊണ്ട്, നമ്മുടെ നോമ്പ് കൊണ്ട്, നമ്മുടെ ഖുർആനോത്ത് കൊണ്ട് നമുക്കുണ്ടാകേണ്ട മാറ്റം നമ്മുടെ തഖ്വ ഖൽബിന്റെ വെളിച്ചം കൂടാനാണ്. എന്നല്ലാതെ തടി വർദ്ധിപ്പിക്കേണ്ട മാസമല്ല. നമുക്ക് ഇന്നലെയാണ് റമദാൻ വന്നു പോകുമ്പോ ചില ആളുകൾക്ക് 1-2 കിലോ തടി കൂടിയിട്ടുണ്ടോ, തീറ്റ കൂടിയിട്ട് റമദാനിന്റെ ഭക്ഷണം കഴിച്ചിട്ട്. അങ്ങനെ തടി വർദ്ധിപ്പിക്കേണ്ട മാസമല്ല പരിശുദ്ധമായ റമദാൻ. ശഹറുൽ തഖ്വ, നമ്മുടെ ഉള്ളിൽ തഖ്വ ഉണ്ടാക്കേണ്ട മാസമാണ്. അതുപോലെ വശഹറുസ് സിയാമി വൽ ഖിയാം, പരിശുദ്ധമായ ഈ മാസം ഇത് ധാരാളമായി അല്ലാഹുവിന്റെ മുന്നിൽ നിസ്കരിക്കേണ്ട മാസമാണ്. ഒരു തറാവീഹ് മാത്രമല്ല, മറ്റുള്ള മാസങ്ങളിൽ ഇല്ലാത്ത പ്രത്യേകമായ രാത്രിയുടെ ഒരു നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, അത് കുറഞ്ഞത് ഒരു 2 റക്അത്തെങ്കിലും ഈ റമദാനിന്റെ പാതിരാത്രി സമയങ്ങളിൽ അത്തായത്തിന്റെ കുറച്ച് മുമ്പായി അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നാം തയ്യാറാകണം. അത്തായം കഴിക്കേണ്ടത് ലാസ്റ്റാണ്. ഒരാൾ 4 മണിക്ക് അത്തായം കഴിച്ചിട്ട് പിന്നെ ഖുർആനോത്ത് പിന്നെ തഹജ്ജുദ്, അതല്ല. എന്റെ യഥാർത്ഥമായ ക്രമം ആദ്യമായിട്ട് എല്ലാം ചെയ്തിട്ട് ലാസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ അത്തായം കഴിച്ചിട്ട് പിന്നെ വാങ്ങി കൊടുക്കാൻ ഒരു 50 ആയത്ത് ഓടുന്ന സമയം ഉണ്ടായാൽ മതിയാണ്. അത്തായം പിന്തിക്കൊള്ളണം, നോമ്പ് തവ മുന്തിക്കൊള്ളണം. മുന്തിക്കൊള്ളം പറഞ്ഞാൽ പള്ളികളിൽ ഒരു 5 മിനിറ്റ് മുമ്പ് തന്നെ കൊടുക്കുന്ന വാക്ക്, അങ്ങനെ കൊടുത്തിട്ട് നോമ്പ് മാറ്റിനാക്കാരല്ല. സൂര്യൻ അസ്തമിച്ച ഉടനെ വാക്കിന്റെ സമയമായാൽ ഉടനെ നോമ്പ് തുറക്കണം. പണ്ടത്തെ പള്ളിന്റെ വാദ്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ പോകുമ്പോ വാങ്ങ് കൊടുക്കാൻ പോകുമ്പോ ഒരു ഗ്ലാസ് വെള്ളവും കാരൊക്കെ കൊണ്ടുപോകും. എന്നിട്ട് സമയമായാൽ 10 ഒരു വെള്ളം കുടിക്കും. വെള്ളം കുടിച്ചിട്ട് ഇത് വേണ്ട നീന്നു, എന്നിട്ടാണ് പിന്നെ വാങ്ങ് കൊടുക്കുക. അങ്ങനെ പണ്ടത്തെ വാദ്യങ്ങൾ അങ്ങനെയാണ് വേണ്ടത്. വാദ്യങ്ങൾക്ക് കുറച്ച് ലേറ്റ് താങ്കളാവും. വാദ്യങ്ങൾക്ക് അങ്ങനെയാകുമ്പോൾ ബാധകമാണ്, വാങ്ങ് കൊടുക്കുന്ന ആൾക്കത് ബാധകമാണ്. അവ ചെയ്യേണ്ടതിനെ വാങ്ങിന്റെ സമയമായാലും ഫസ്റ്റ് കൊലത്തിന്നില്ല, ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ മതി. ഒരു കാരക്കന്റെ ഒരു ചെറിയ ഭാഗം ഇന്നവൻ നോമ്പ് വരും. സുന്നത്തീറ്റിയാ മതി. സുന്നത്താണെന്ത്? നോമ്പും പെട്ടെന്നാക്കൊള്ളണം. അത്തായം അത് കഴിവിന്റെ പരമാവധി കിട്ടിക്കൊള്ളണം. 4 മണിക്ക് കഴിക്കാനല്ല വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും. ഇസ്ലാമിന്റെ അങ്ങനെയാണ് പറയുന്നത്. നമ്മളെ പ്രയാസപ്പെടുത്താനല്ല, അല്ല നമുക്ക് എളുപ്പമാണ്. കുറച്ചേക്ക് ഒരു അരമണിക്കൂറൊക്കെ നമ്മുടെ മൈൻഡ് ആ ഭക്ഷണം ബാക്കിയായാലും സന്തോഷം. ബാക്കി കുറച്ച് മുന്നേ കഴിച്ചാൽ ഒരു മണിക്കൂർ മുമ്പ് കഴിച്ചാൽ നമുക്ക് നഷ്ടം. അത്രയും പോയി. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ മറ്റേത് ധാരാളം നിസ്കരിക്കണം. അത് താജ്ജുദ് നിസ്കാരം, രാത്രിന്റെ ആ കുറച്ച് മുമ്പ് അത്താഴത്തിന് കുറച്ച് നേരത്തെ എണിച്ച് കുറച്ച് ഖുർആൻ ഓതി കുറച്ച് താജ്ജുദ് നിസ്കരിച്ച് അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു മാസം. ശഹ്റു സിയാം വൽ ഖിയാം. അതിൽ പറഞ്ഞു വശഹ്റു സ്വദഖത്തി വസിയത്തി ലഹ, ധാരാളമായി സ്വദഖ കൊടുക്കേണ്ട മാസം. റമദാൻ സ്വദഖ കൊടുക്കേണ്ട മാസമാണ്. പാവങ്ങൾ വരും, മുതാജിരികൾ വരും, സാധുമാർ വരും. അതുപോലെ കുടുംബത്തിലുള്ള എണ്ണപ്പെട്ട പാവങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് വരും. എന്നാൽ അവരെ അടിച്ച് ആട്ടി ഓടിക്കാനല്ല. അവരെന്തിനാ വരുന്നത്? അവരുടെ ഒരു കഷ്ടം കൊണ്ട് വരുന്നത്. നിങ്ങൾ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ വേണമെങ്കിൽ മുതാജിങ്ങൾ വാതിൽ വരുന്നത് അവരെന്തിനാ വരുന്നത്? വാത് പറയാൻ വേണ്ടിയിട്ടല്ല. എന്തെങ്കിലും കിട്ടിയാൽ അവരുടെ പെരുന്നാളിന്റെ വസ്ത്രമോ അല്ലെങ്കിൽ അവരുടെ അടുത്ത റമദാനിന്റെ ശേഷമുള്ള പഠിക്കാനുള്ള കിതാബിന്റെ പൈസയോ അല്ലെങ്കിൽ സ്കൂൾ ഫീസോ, ഇതങ്ങനെയാണ്. സ്കൂളും ദർശനം ഒക്കെ പഠിക്കുന്നതാണ്. അതിനൊക്കെ ഈ സൗകര്യപ്പെടാൻ വേണ്ടി വരാൻ ആ വരുന്ന സമയത്ത് നമ്മൾ അവരെ കാണുമ്പോൾ ഭയങ്കര ദേഷ്യം, അട്ടഹാസം, അത് പാടില്ല. അവരെ നല്ല മാന്യമായി സ്വീകരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ആരെങ്കിലും പോകണം ഏതെങ്കിലും ഒരു പള്ളിക്ക് 100 രൂപ കിട്ടുന്ന 500 രൂപ കിട്ടുന്ന പറഞ്ഞിട്ട് നിങ്ങൾ പള്ളിക്ക് പോകില്ല. എന്താ കാരണം? അത് അത്ര ഇസ്സത്തിന്റെ വിഷയമാണ്. നമ്മുടെ ഒരു ഇസ്സത്തിന്റെ വിഷയമാണത്, അല്ലെ? ആരും പോകില്ല. ആയിരം എന്തെങ്കിലും പോയിട്ട് മറ്റുള്ളവന്റെ മുന്നിൽ കൈ നീക്കാൻ നിൽക്കൂല. അവസ്ഥാന്മാർ പാവങ്ങൾ വരുന്ന അവർക്ക് ഇസ്സത്തില്ലാത്തതുകൊണ്ടല്ല, ഇസ്സത്തിനേക്കാൾ അവർക്ക് വലുത് അവരുടെ വയറാണ്. അതാവില്ല, വരുന്നതിന് പൈസയില്ല. അവ അങ്ങനെ വരുമ്പോ ഈ പരിശുദ്ധമായ റമദാനിലും ഒരിക്കലും അവരെ നിങ്ങൾ തട്ടിക്കളയരുതെന്ന് പറയും. അവർ തട്ടിക്കളയാൻ പാടില്ല, അവരെ സ്വീകരിക്കണം. അവർക്ക് സ്വതത്ത നമ്മുടെ കൈകൊണ്ട് പറ്റുന്ന ഒരു സ്വതത്ത, ചെറുതോ വലുതോ അത് കൊടുക്കാം. അതിന്റെ മാസം റമദാൻ. അതുപോലെ വസീലത്തില്ല കുടുംബ ബന്ധങ്ങൾ ചേർക്കേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റമദാൻ.
കുടുംബം തെറ്റിയിട്ട് എത്ര അമൽ ചെയ്തിട്ട് കാര്യമില്ല, എത്ര അമൽ ചെയ്താലും കാര്യമില്ല. അപ്പൊ ഇപ്പോ കഴിഞ്ഞ റമദാനിന്റെ മിക്കവാറും ദിവസങ്ങൾ നമ്മൾ പള്ളിയിൽ വെച്ച് നമ്മൾ പറഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നു. കുടുംബ ബന്ധവും അതുപോലെ അയൽവാസി ബന്ധവും ഇങ്ങനത്തെ വിഷയങ്ങളായിരുന്നു. എന്തുപദേശം ആർക്കും ആദ്യം ആത്മാരായ സ്വാഗതത്തിൽ ഖുർആൻ ഇങ്ങനെ ഒരിക്കൽ കേട്ടാൽ മതി, അവർ മാറിയിരുന്നു. ഖുർആൻ ഒരിക്കൽ കേട്ടാൽ മതി, അവരുടെ കൽബിന്റെ മാറ്റം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിരുന്നവർ. എന്തുകൊണ്ട്? അവരുടെ കൽബ് അങ്ങനെയാണ്. ഞാൻ എന്ത് ഖുർആനല്ല, ഇനിയിപ്പോ സാക്ഷാൽ ജിബ്രീൽ തന്നെ വന്നത് വെച്ചോളി, വരൂല ഉറപ്പാണ്, വന്നിട്ട് വെച്ചോളി, വന്നിട്ട് നമുക്ക് ദീന പറഞ്ഞാൽ ഞാൻ നന്നാവും. ഏറെ നന്നാവാൻ എത്ര കുടുംബ പ്രശ്നങ്ങൾ, എത്ര അയൽവാസി പ്രശ്നങ്ങൾ. പള്ളിയിൽ വലിയ മാന്യമാണ്, പള്ളിയിൽ വലിയ മാന്യമാകുന്നു, നാട്ടിൽ വലിയ മാന്യമാകുന്നു. പക്ഷേ സ്വന്തം കുടുംബത്തിന്റെ ഉള്ളിൽ നായ പൂച്ച പോലെ എപ്പോ നോക്കിയെങ്കിലും കച്ചവടം. അയൽവാസികൾ പരസ്പരം എപ്പോ നോക്കിയാലും കച്ചവടം പാടില്ല. നമ്മളെ കൊണ്ട് ആളുകൾ നന്നാകണം. ചെറിയൊരു ഉദാഹരണം പറയാം. മഹാനായ സയ്യിദുനാ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു. മജൂസിയാണ്. മജൂസി എന്ന് പറഞ്ഞാൽ തീക്ക് ആരാധിക്കുന്ന ഒരു അയൽവാസി. ആ അയൽവാസിക്ക് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കുറച്ച് പൈസ കടം കൊടുത്തു. ശരിക്കണോ? കുറച്ച് പൈസ കടം കൊടുത്തു. കടം കൊടുത്തിട്ട് കടം തിരിച്ച് വാങ്ങുന്ന സമയമായപ്പോ മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ആ മജൂസിയായ മനുഷ്യന്റെ വീട്ടിലേക്ക് കടം ചോദിക്കാൻ വേണ്ടി പോവാണ്. പണ്ടത്തെ ആളല്ല, അതിങ്ങനെ ഫോൺ വിളിച്ചിട്ട് പൈസ താഴെന്ന് പറയാൻ പറ്റാതല്ല. ആളെ കാണണം, കൊടുത്താളെങ്കിലും കണ്ടാലേ പൈസ കിട്ടുള്ളൂ. അപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോയി, മജൂസിന്റെ വീട്ടിലേക്ക് പോയി. വീടിന്റെ മുറ്റത്തിലെത്തിയപ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ കാലിലേക്ക്, ചെറുപ്പിലേക്ക് എന്തോ ഒരു പക്ഷി വന്നിട്ട് കാഷ്ടിച്ചു. ഒരു നജസായിട്ടാകുമ്പോ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അതിനെ കാലുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. തട്ട് കൊടുത്തപ്പോ ആ നജസ് പോയി വീണത് മജൂസിയായ മനുഷ്യന്റെ വീടിന്റെ ചുവരിലേക്കാണ്. എനിക്ക് നമ്മുടെ ജീവിതത്തിൽ സില്ലി വിഷയമാണ്. ഗവൺമെന്റ് മൈൻഡ് പറയുന്നത് ഞാൻ ഒരിക്കലും അത് പരിഗണിക്കാത്ത വിഷയമാണ്. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വലിയ ബെറ്റാറാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോ ഈ ചുമരിലുള്ള നജസ് ഞാൻ വൃത്തിയാക്കിയാൽ അയൽവാസിയുടെ ചുമരിന് കേടുവരും. നജസ് വൃത്തിയാക്കി പോട്ടെ, കുറച്ച് മണ്ണ് പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും കേടുവരും. അതങ്ങനെ വിട്ടുപോയാലോ ഞാനൊരു അയൽവാസിയോട് വന്നിട്ട് നജസാക്കി ഒരു കുറ്റം വരും. എന്ത് ചെയ്യും? അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പോയിട്ട് നജസിന്റെ മുറ്റത്തിലുണ്ട്. ആൾ കൊണ്ടെന്ന് കണ്ടാല് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാരണം ഇയാൾക്ക് കൊടുക്കാൻ പൈസയില്ല, സമയമായിട്ടുണ്ട്, കൊടുക്കാൻ പൈസയില്ല. അപ്പോ ഭാര്യയെ കൊണ്ടയച്ചിട്ട് ഭാര്യയോട് പറയാനുള്ള പറഞ്ഞേ, ഇപ്പോ പരക്കാന്റെ കയ്യിൽ പൈസയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പൈസ ഏൽപ്പിക്കാം എന്ന് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഭാര്യ വന്നിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൈസയില്ല, പരക്കാരുടെ കയ്യിൽ പൈസയില്ല, അപ്പൊ കുറച്ച് അവധി നീട്ടി തരാൻ വേണ്ടി പറഞ്ഞു. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇപ്പൊ പൈസ ലഭിച്ചാൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് പരക്കാരനെ വരാൻ വേണ്ടി പറഞ്ഞു. പൈസ വിഷയത്തിൽ ഇപ്പോ അതിനേക്കാൾ വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട്. അത് പറയുമ്പോ മജൂസിയായ മനുഷ്യൻ പുറത്തു വന്നു. എന്നിട്ട് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ചുമര് കാട്ടി പറഞ്ഞു, ഇതാ എന്റെ കാലിൽ നജസ് വീണപ്പോ ഞാൻ തട്ടിയതാണ്, കരുതി കൂട്ടി ചെയ്തതല്ല, ചുമരിന് നജസായിട്ടുണ്ട്, നിന്നോട് ചോദിക്കാതെ വൃത്തിയാക്കിയാൽ ചുമരിന് കേടുവരും, പറയാതെ പോയാലോ ചുമര് നജസാക്കിയ കുറ്റം കിട്ടും, അതുകൊണ്ട് ഞാൻ അതിനെ വൃത്തിയാക്കട്ടെയോ? കടന്ന് പിന്നെ നമുക്ക് സംസാരിക്കാം, ഇതിനെ വൃത്തിയാക്കട്ടെ. ആ മനുഷ്യൻ അന്താളിച്ചു പോയി. എന്തൊരു മനുഷ്യൻ, എന്തൊരു കാച്ചിട്ട് നമുക്ക് പ്രശ്നം. നമ്മുടെ അയൽവാസിനെ വിട്ടത് എന്താ നമുക്ക് പ്രശ്നം? മഹാന്മാരുടെ മനസ്സ് നോക്കുന്നു. ആ മനുഷ്യൻ എന്ത് ചിന്തിച്ചറിയോ? അയാൾ മനസ്സിൽ ഒരു ചിന്ത വന്നു, സുബ്ഹാനല്ലാഹ്, എന്തൊരു മനുഷ്യൻ! ചുമരിനായ ഒരു നജസിന്റെ കാര്യത്തിൽ ഇയാൾ ഇത്ര വലിയ ഗൗരവമായി കണക്കാക്കുന്നുണ്ടെങ്കിൽ എന്റെ കൽബ് എത്ര കാലായി കര പിടിച്ചിട്ട്. അബൂ ഹനീഫ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന്റെ സ്വഭാവം, ആ സ്വഭാവം എന്റെ കൽബിലേക്ക് കടന്നു വരാൻ തടസ്സമാകുന്നതല്ലേ എന്റെ ഈ ധ്യാനാരാധന. എന്റെ കൽബ് മോശമായില്ലേ? അപ്പൊ ഈ ചുമരിനെക്കാൾ വരുന്നത് എന്റെ കൽബ്, ആ കൽബ് ഞാൻ നന്നാക്കണ്ടേ, എനിക്ക് നന്നാകണം. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു മുന്നിരുത്തിക്കൊണ്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഓ മഹാനവരുകള്, എന്റെ കൽബ് നന്നാക്കണം, ചുമലിന്റെ പ്രശ്നം എന്റെ കൽബാണ്. അതുകൊണ്ട് ഇതാ നിങ്ങളുടെ പരിശുദ്ധമായ മതമായ ഇസ്ലാം ഞാൻ ഉൾക്കൊള്ളുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടാണ് നമ്മുടെ സ്വഭാവം കൊണ്ട്. ഇന്ന് ഇവിടെ സ്വഭാവം കൊണ്ട് പല ആളുകൾ മാറലാണ്. ഇവിടെ സ്വഭാവം കൊണ്ട് മതമാർഗം പള്ളിമാർക്ക് വരാൻ ഈ പള്ളി വേണ്ട പഠിക്കും, ഒരു സ്വഭാവം നന്നായി, ഓരോ സ്വഭാവം നന്നായി. ഇങ്ങനെയൊക്കെയാണ്
അയൽവാസികൾ പരസ്പരം ബന്ധം വഹിക്കുന്ന കാലം, കുടുംബ ബന്ധം വഹിക്കുന്ന കാലം, എന്ത് വിവാദത്ത് എന്ത് നിസ്കാരം ഒരു അമലും കുളത്തിന് ഉണ്ടാവൂല. അള്ളാഹു ഫലം ചെയ്യൂല. നമ്മുടെ അമലുകൊണ്ട് പരിശുദ്ധമായ സ്വലത്തിന്റെ മാസമാണ്. എല്ലാവർക്കും കൊടുക്കുക. അന്ന് തന്നതല്ലേ. നമ്മുടെ കയ്യിൽ എന്ത് സ്വന്തമില്ലല്ലോ, എല്ലാം അന്ന് തന്നതാ. ആ അന്ന് തന്നതിൽ നിന്ന് മനുഷ്യന്മാരെ സന്തോഷിപ്പിക്കാൻ, വർഗങ്ങളെ സന്തോഷിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലം നല്ല ചൂടുള്ള കാലം. നമ്മുടെ വീടുകളൊക്കെ നല്ല സ്ലാബിന്റെ വീടുകളാണ്. എത്രയോ പക്ഷികൾ താഴ്ചിങ്ങനെ വളഞ്ഞു ഓടുന്ന കാലാണ്. അപ്പൊ നമ്മുടെ വീടിന്റെ ടൈൽസിന്റെ മുകളിൽ ഒരു പാത്രത്തിൽ വെണ്ണല കൊണ്ടുവയ്ക്കണം. കുറച്ച് ഭക്ഷണം അറിയോ അല്ലെങ്കിൽ ഗോതമ്പ് തിന്നട്ടെ പക്ഷികൾ. അതുകൊണ്ടായിരിക്കും ചിലപ്പോ നമുക്ക് അള്ളാഹു സ്വർഗ്ഗതര ഇബാദത്ത് കൊണ്ടല്ല, നിസ്കാരം ഉണ്ടായിരിക്കൂല. ചിലപ്പോ പക്ഷിക്ക് കൊടുത്ത വെള്ളം, പക്ഷിക്ക് കൊടുത്ത ഗോതമ്പം, പക്ഷിക്ക് കൊടുത്ത അരി. അതുകൊണ്ടായിരിക്കും നമ്മുടെ മനസ്സ് വിശാലമായ മനസ്സാണ്. കുറച്ച് വെള്ളം, കുറച്ച് ഗോതമ്പം, അരി, കാക്കയോ പക്ഷിയോ കുടിയോ എന്തെങ്കിലും തിന്നട്ടെ. തിന്നാൽ നമുക്ക് വലിയ കുണപിടിക്കും, വലിയ കുണപിടിക്കും. അതുപോലെ പരിശുദ്ധമായ ഭക്ഷണം ഭക്ഷിപ്പിക്കേണ്ട മാസമാണ് അതാണ് നോമ്പുതാണെന്ന്. നോമ്പ് പണ്ടെന്നുണ്ടായിരുന്നു. പണ്ടല്ല ഇന്നേണ്ടല്ല. ഞാൻ നാട്ടിലെ പണ്ട് നോമ്പ് തപ്പിക്കുന്നില്ല, നല്ല പണിയിലാക്കി എല്ലാവരും. പണ്ടാരല്ല വല്ല കുടുംബത്തിന്റെ ആണുങ്ങൾ ഒരു ദിവസം വെച്ച് നോമ്പ് തപ്പിക്കരുത്. ഒരു ദിവസം പെണ്ണുങ്ങളെ അയൽവാസികളായ പെണ്ണുങ്ങളെ വിളിച്ചിട്ട് നോമ്പ് തപ്പിക്കരുത്. ഒരു ദിവസം മക്കളെ മാത്രം വിളിച്ചിട്ട് നോമ്പ് തപ്പിക്കരുത്. എന്തൊരു വർക്കത്തായിരുന്നു അല്ലെ. ഞാൻ ഇന്നത്തെ മതി മതി മാത്രം 12 നോമ്പായിരുന്നു. ഒരു പയക്ക് നോമ്പ് അങ്ങനെ നോമ്പായി അങ്ങനെ രക്ഷപ്പെട്ടു. പണ്ട് സമാനം കൊണ്ടുപോയി സാറ് കൊണ്ടുപോയിട്ട് ഒരു ഭക്ഷണം കഴിച്ചു വരാം, ഞാൻ കൊണ്ടുപോകാൻ വേണ്ടി പറയും, സുൽത്താക്കാൻ വേണ്ടി പറയുന്നല്ല. പണ്ടത്തെ കാലമായിരുന്നു. ഇല്ലാതെ നിർത്തി. ഈ അലാഖിന്റെ പല സംഘടനകളും ഇത് വന്നിട്ടാകുമ്പോ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത സാറ് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് പണിയുന്നുണ്ട്. ഞമ്മ അധ്വാനിച്ചിട്ടാക്കണം. അതാണ് നമുക്കത്. ഞമ്മ ചോറും കാര്യം ഞമ്മ പാടി ഞമ്മ വയ്ക്കലും ഞമ്മ വെക്കലും ഞമ്മ ആക്കലും കൊണ്ടുവരലും ഞമ്മ നിയമപ്പല പറഞ്ഞു. അതിന് കൂടിയാണ് ഇത് ഞമ്മ പൈസ കൊണ്ട് കൊടുത്ത് കാറ്ററിംഗിന്റെ പോലെ. കാറ്ററിംഗിന്റെ ആണല്ലേ ഹാപ്പിണ്ടാണ്. അപ്പൊ കാറ്ററിംഗിന്റെ കാലം ഞമ്മക്കൊരു പണിയില്ല, ഓരോ തന്നെ ആക്കും. പക്ഷെ ഞമ്മ കഷ്ടം ചെയ്യും. ഞമ്മ ഇങ്ങനെ ചോറ് വരും. ചിലപ്പോൾ അവരെന്നെ പറയുന്നത് ഉണ്ടാക്കിയാൽ മതിയാവില്ല, ഇത് പറഞ്ഞിട്ടുണ്ടോ ചില പണിയാണ് നമുക്ക്. അതല്ല നമ്മുടെ സ്വന്തം കൈ ഉണ്ടാക്കുക. സാപത്തല്ലേ സാപത്ത് അതിവായ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ആ വലിയ സംഭവം നമുക്കറിയില്ലേ. യുദ്ധത്തിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങൾ വയറ്റിൽ കല്ല് വെച്ച് വിശപ്പ് കൊണ്ട് പ്രയാസപ്പെടുന്ന കാഴ്ച കണ്ടപ്പോ ഭാര്യയെ കൂടെ വന്ന് പറഞ്ഞില്ലേ, ഭാര്യ വീട്ടിൽ വന്നിട്ടുണ്ടോ കഴിക്കാൻ? ഭാര്യ പറഞ്ഞു, ചെറിയൊരു ആടിന്റെ കുട്ടിയുണ്ട്. ആളല്ല, ആടിന്റെ കുട്ടിയുണ്ട്, കുറച്ച് ബോധമുണ്ട്. എന്താ കാരണം? കാരണം റസൂലുള്ളാഹി തങ്ങളുടെ വയറ്റിൽ കല്ല് വെച്ചിട്ട് കുടിക്കൊണ്ടെന്നത് ഞാൻ കണ്ടുകൊണ്ടാണ്. ഭാര്യ പറഞ്ഞു, ആളെന്നിട്ട് കുറച്ച് ഗോതമ്പിനെ റൊട്ടിയാക്കി കൊടുക്കാതെ. ജാബിർ സന്തോഷത്തോടെ അഭിമാന തങ്ങളെ വിളിച്ച അഭിമാന തങ്ങൾ ജാബിർ തങ്ങളോട് പറഞ്ഞു, ജാബിറെ ഞാൻ മാത്രമല്ല എല്ലാവരും വെക്കുന്നുണ്ട്, ആയിരക്കണക്കിനുള്ള സാധനം ഉള്ളത് ചെറിയൊരു ആടിന്റെ കുട്ടി കുറച്ച് ഗോതമ്പ്. അഭിമാന തങ്ങളോട് ജാബിറെ വെള്ളാകണ്ട, അടുപ്പിലുള്ള ആ ആടിന്റെ കരിണ്ടല്ല എന്റെ ചട്ടി താക്കണ്ട, ഗോതമ്പ് മാവിന്റെ വിട്ട് അത് അപ്പൊ റൊട്ടി ചുടാൻ തുടങ്ങണ്ട, ഞാൻ വന്നിട്ടാണ് വന്നു. റസൂലുള്ളാഹി തങ്ങൾ വന്നു. എന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് തുപ്പിക്കൊടുത്തു. ആയിരക്കണക്കിനുള്ള സ്വഹാബത്ത് മുഴുവൻ ഭക്ഷിച്ചിട്ട് പോലും ആ ആടിന്റെ കറിയോ ഗോതമ്പോ തീരുകയാണ്. ഇത് മുഅ്ജിസത്ത് റസൂലില്ല. അങ്ങനെ മുഅ്ജിസത്താണെങ്കിൽ നമുക്ക് അതിനൊരു ഭക്ഷണം കൊടുക്കണോ? പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. മാഷാ അല്ലാഹ്. റമദാനിന്റെ ഓരോ ദിവസങ്ങൾ ഉമ്മമാർ നമുക്ക് വേണ്ടിയിട്ട് കിട്ടിയിലൂടെ നല്ല ഭക്ഷണങ്ങൾ പലഹാരങ്ങളൊക്കെയും ഉണ്ടാക്കി അയക്കുന്നവരാണ്. അവർക്ക് നീ വലിയ വാക്കത്ത് നൽകണമോ, അവരുടെ അധ്വാനം നീ കബൂലാക്കണമുണ്ട്. പകരമായി സ്വർഗത്തിന്റെ ഭക്ഷണങ്ങൾ, സ്വർഗീയ പാനീയങ്ങൾ ആ ഉമ്മമാർക്ക് അതിനു വേണ്ടി കഷ്ടപ്പെടുന്ന വീട്ടുകാർക്ക് മുഴുവനും നീ നൽകണമോ. ഇത് വലിയ വാക്കത്താണ്, ഈ വാക്കത്താണ്. ഇപ്പൊ പല നാട്ടിൽ അതില്ല, മുസൽമാർക്ക് ചോറില്ല, ഇതില്ല, പൈസ കൊടുക്കുന്നത് അവിടെ അച്ഛൻ തന്നില്ല അല്ലെ. എന്നാണോ ഈ ചോറ് കൊടുക്കുന്നത്? നമുക്ക് മംഗളത്തിന് പോകാൻ കഴിയുന്ന, നമുക്ക് ഷോപ്പിങ്ങിന് പോകാൻ കഴിയുന്നുണ്ടോ? അതിന്റെ മോഹിനികൾ ഇന്ന് പല നാടുകളിൽ പള്ളി ദിവസം മുടങ്ങാൻ കാരണം എന്താ? പള്ളി ദിവസം ഇല്ലാതെ പള്ളി ദിവസം പ്രധാനങ്ങളെ കുറിച്ചോട് എന്തായാലും ക്യാൻസറായിട്ട് നമ്മളെ പണിക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ സൗകര്യമില്ല. ഒരു മുത്താനിമാർ പണിക്ക് വരുന്നുണ്ടെങ്കിൽ പിന്നെ ഇയാളെന്നെ ആദ്യിക്കണ്ടേ, ഇയാളെന്നെ ആദ്യിക്കണം. നമുക്ക് മമ്മലില്ല, പച്ചക്കറിയില്ല, പൈസയില്ല, ഇയാളെ പണ്ടാണല്ലോ പണ്ടത്തെ ഉമ്മമാർ അയാളുടെ കാത്തു നിന്നും. മലക്ക് വരുന്നതിന് പറയ്ക്ക് ഉദാഹരണങ്ങൾ വരുന്നതെന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് പറഞ്ഞത്? ഒരുപാട് മലക്കുകൾ ഇങ്ങനെ ചരകി താത്തി കൊടുക്കുന്ന ഉദാഹരണങ്ങൾ.
അവർ മുതാലി മലക്ക് വരുമ്പോ സുബ്ഹാനല്ലാഹ് ഒരുപാട് മലക്കുകൾ. അത് സന്തോഷിച്ചവരായിരുന്നു പണ്ടത്തെ ഉപ്പമാരും ഉമ്മമാരും. പണ്ടൊരു വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ പള്ളിയിൽ ഒരു വാദ ആരെങ്കിലും ഉസ്താദ് വന്നാൽ കൊണ്ടുപോകാൻ വേണ്ടി കണക്കാണ്. പ്രായമുള്ള ആളുകൾ അങ്ങോട്ടോ അങ്ങോട്ടോ വരാൻ പോണ മണിക്കാരെ വന്നിട്ട് മുക്കിക്ക് അതേ നോക്കി ചോദിക്കാനോ കണക്കാവും. ഇന്ന് മസാദയുടെ ആരുടെയോ പട്ടിണിയാണ് ഞമ്മക്കെന്ത്. ഞാൻ നിസ്കരിച്ച് ഞാൻ പോയി ഞമ്മ പാവങ്ങൾ കൊടുക്കാൻ ഞമ്മക്ക് മനസ്സിലാകും. അതാണ് പറക്കത്തില്ലാത്ത നമുക്ക് വാദ ഫലം ചെയ്യാത്തത്. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളുടെ ഉറുപ്പികൾ മുഴുവനും അത് മാറിപ്പോയതാണ്. എനിക്ക് മക്കളുണ്ടായിരുന്നു, പണ്ടൊരു ഉമ്മ ഉണ്ടായിരുന്നു. ശംസുലമ ഇടക്കിടക്ക് പറയുന്നത് ശംസുലമക്ക് ഭക്ഷണം കൊടുത്ത വീടുണ്ടായിരുന്നു മുത്താലിമായി പഠിക്കുമ്പോ. അങ്ങനെ ശംസുലമായി പഠിക്കുമ്പോ ശംസുലമ അവക്കോറല്ലേ അബുബക്കർ അല്ലെ അല്ലെ നമ്മുടെ അവക്കോർ എന്ന് പറയും. പണ്ട് മുത്താലിമായി പഠിക്കുമ്പോ അവക്കോറാണ്. അപ്പൊ ആ ചോറ് കൊടുത്ത ഉമ്മ എപ്പോ വന്നാലും അബൂബക്കറെ അബൂബക്കറെ നല്ലോണം കഴിച്ചോ അങ്ങനെല്ലാം പറഞ്ഞുകൊണ്ടായിരുന്നു. അങ്ങനെ ശംസുലമായി അതായത് ആ സ്ഥാനം പേരല്ല നമ്മുടെ സമുദായക്കാരുടെ കൊടുത്തു. അങ്ങനെ ശംസുലമ പിന്നെ ചോറ് കഴിക്കണം ട്രക്ക് പോയിട്ടാകുമ്പോ ആ വീട്ടിലൂടെ ഉമ്മ അപ്പോണ്ട് എന്താ അബൂബക്കറെ സുഖല്ലേ. അത് ശംസുലമ വാതിൽ വന്നതാണ്. അതിനേക്കാൾ എന്റെ മനസ്സിന് സമാധാനമായ ഒരു പിടിണ്ടായിട്ടാണ്. നാട്ടുകാർക്കും സമുദായത്തിന് ഞാൻ എത്ര വലിയ ആളാണെങ്കിലും എനിക്ക് ചോറ് തന്ന ഉമ്മാക്ക് ഞാൻ അബൂബക്കറാണ്, ഞാൻ മോനാണ്. അതല്ലേ സ്നേഹം എന്ന് പറഞ്ഞാൽ. ഇന്ന് ഞങ്ങൾ ഇപ്പൊ രാജ്യത്തിന്റെ വഴിവന്ന അല്ല ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം തന്ന ഇത്ര ആളുകളുണ്ട്. ചിലപ്പോൾ ഗവൺമെന്റ് ഉണ്ടാവില്ല. ഇങ്ങനത്തെ ജപ്പാനില് ഗവൺമെന്റ് ചില ഗവൺമെന്റ് ഉണ്ടാവില്ല. ചില താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മദ്രസയിൽ മുമ്പ് പഠിപ്പിച്ചൊരു മാന്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ടാവും. അയാൾ പറയണം ഞാൻ 2019 അല്ലെങ്കിൽ 2019 അല്ലെങ്കിൽ 20 മാന്യമായിട്ടുണ്ട്. പിന്നെ അങ്ങനത്തെ വിപ്ലവം ചെയ്ത ഉസ്താദാണെങ്കിൽ അറിയിപ്പോ നമ്മുടെ പ്രസിഡന്റ് ഇടയ്ക്ക് പറയും 79 രചനത്വത്തിലുള്ള അല്ലെ രചനത്വത്തിലുള്ള സാഹിത്യ സമാധാനം രൂപീകരിച്ച് അന്ന് അതിന്റെ വെപ്പറായി പ്രവർത്തിച്ച ആളുകളാണ് ഇന്ന് പള്ളിയിൽ കാണുന്ന മിക്കവാറും ആളുകൾ. അന്നത്തെ വലിയ സന്തോഷം. അന്നത്തെ ആ ഉസ്താദിന്റെ ആ വിപ്ലവം. ആ ഉസ്താദ് ഏതെങ്കിലും അയാൾക്കെങ്കിലും മരിച്ചു പോയാലും അതിലൊരു തവ കിട്ടും. അതിങ്ങൾ ഓർക്കുന്നുണ്ടല്ല അതിന് വലിയ കഴിവ് അല്ലേ. നമ്മുടെ സെക്രട്ടറി അവരുടെ ഇപ്പൊ പള്ളികളിൽ കൂടുതൽ കാണുന്ന പോലെ തന്നെ അടുത്ത തലമുറ നമ്മുടെ മക്കൾ എന്താ ഉണ്ട് എന്തെങ്കിലും പള്ളി റമദാനിന്റെ വെള്ളിയാഴ്ച എന്ത് പള്ളി കിടാനൊക്കെ എന്ത് പണിയില്ല എന്തെങ്കിലും ഉണ്ടോ 30 അതേപോലെ നിങ്ങൾക്ക് വെള്ളിയാഴ്ച വാദന കഴിഞ്ഞ് വന്നാൽ മതി പറഞ്ഞ ഇല്ല പറഞ്ഞ വിസാദമാർ പറഞ്ഞോ ഇല്ല ഉണ്ടെങ്കിൽ നമ്മുടെ പള്ളിക്ക് എത്ര ആളുണ്ടാവാൻ ഇല്ല. നമ്മുടെ മക്കൾക്ക് അതില്ല. ഈ ഒരു കൾച്ചർ എങ്ങനെ നമ്മ പഠിച്ചതുപോലെയുള്ള കൾച്ചർ നമ്മുടെ മക്കൾക്ക് വരൂല. എന്റെ കാലം എന്തായിരിക്കും കാക്കട്ടെ. ഇപ്പൊ 2025 എത്ര മക്കളെ കൊണ്ട് ഉമ്മമാർ മരിച്ചു, മക്കളെ കൊണ്ട് എത്ര ഉമ്മമാർ മരിച്ചു, മക്കളെ കൊണ്ട് എത്ര കുടുംബങ്ങൾ മരിച്ചു. എന്തൊരവസ്ഥയാണ്, എന്തൊരു കൾച്ചറാണ്. നമ്മുടെ മക്കളെ സ്വാധീനങ്ങളാക്കിട്ടെ, മക്കളൊന്നും സ്വാധീനങ്ങളാക്കിട്ടെ. ഇതെന്താ പോരാ ഉമ്മേനികള് ഇവിടെ മക്കളെ നാം ആമിച്ചറിയാ പോരാ ആ രൂപത്തിൽ വളർത്തും. നമ്മൾ വരുമ്പോ നമ്മുടെ മക്കളെ കൊണ്ടുവരണം പഠിക്കും കൊണ്ടുവരണോ. അവരോട് അങ്ങനത്തെ ഒരു കർശനമായ ഇന്നത്തെ ഈ അപ്പാനി പറഞ്ഞിട്ടുണ്ടാവാനുണ്ട് കഥല്ല കേട്ടാലും മക്കൾക്ക് ഒരു സന്തോഷമല്ലേ. അതെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോ അതിന്റെ വലിയ സന്തോഷം. എന്നാലല്ല ഞാൻ പള്ളിക്ക് വരുമ്പോ ഐവന്റെ ആളുകളുടെ ഡ്രമ്മാണ് ഒരു ഡ്രമ്മിന് ആരെന്നറിയില്ല റോഡിന്റെ നമുക്ക് കൊടുത്ത് വെച്ചു. ഞാൻ ബൈക്കിന് പെട്ടെന്ന് ബൈക്ക് കുറച്ച് മുട്ടിയത് എന്നാലും അതിനകത്ത് വെള്ളാന്തീന്റെ കണയില്ലാത്തതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നടുവിൽ വെച്ച്. അപ്പൊ അത് തിരിച്ചിട്ട് പോകുമ്പോ ഇസ്ലാമിലേക്ക് പോകുമ്പോ അതാണ് എന്നെ കാട്ടണം. അപ്പൊ ഞാൻ എന്താക്കി ഞാൻ കുറച്ച് ബൈക്കിനെ കുറിച്ച് അതിനെ കുറിച്ച് അപ്പുറക്കി. അപ്പൊ എന്റെ മോനുണ്ടായി അപ്പൊ നല്ലൊരു പണിയല്ലേ ചെയ്തത്. നല്ല പണിയല്ലേ. അത് എന്തുകൊണ്ട് അത് കിട്ടി? നമ്മുടെ സ്വഭാവം കണ്ടിട്ട് നമ്മുടെ മക്കളെ പഠിച്ചാലല്ലേ. അതിന് നമ്മുടെ മക്കളെ കൊണ്ടണ്ടേ, ഇവിടെ മക്കളെ കൊണ്ടണ്ടേ, വാദിന്റെ സമയത്ത് ഇരുത്തണ്ടേ, പ്രധാനം എത്തിക്കാവുന്ന വലിയ അവരുണ്ട്. അവരെ നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിക്കണ്ടേ? ഇല്ല, കൾച്ചറില്ല. പണ്ട് നമ്മ 79 സാഹിത്യ സമാജം രൂപീകരിച്ച് അന്ന് പഠിച്ചത് കൊണ്ട് അന്നില്ല നമുക്ക് കൾച്ചറുണ്ട്. അതാണ് പണ്ട് പഠിച്ചത് മഴയൂല. പണ്ട് പഠിച്ചത് ചെറുപ്പകാലത്തിൽ പഠിച്ച ശീലം മറക്കുമോ ജീവിതകാലം? അല്ലെ, അതൊരു ഭയങ്കര അത് മറക്കൂല. വെള്ളാരിൽ എത്ര പഠിച്ചാലും വെള്ളത്തിൽ എഴുതിയതുപോലെ അത് ഏതാ തുടങ്ങുമ്പോ ലാസ്റ്റ് എത്തുമ്പോ അക്ഷരം ഉണ്ടാവില്ല. അപ്പൊ പറഞ്ഞു വന്നത് ഇങ്ങനത്തെ ഒരു കാലുണ്ടായിരുന്നു. ഭക്ഷണം കൊടുക്കണം, അത് വലിയ വർക്കത്താണ്. ശംസുലമ്മ പറഞ്ഞ് എന്റെ ആ ഉമ്മ എന്റെ അബൂബക്കർ എന്ന് വിളിക്കുമ്പോ വലിയ സന്തോഷമാണ്. ഒരു ഉമ്മ പറഞ്ഞിരുന്നു എന്താ
ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മുത്താലിന് പോയിക്കോളുന്നു. അതൊക്കെ ആകുമ്പോ വലിയുള്ള ഉമ്മാക്ക് ഭയങ്കര പണിയാണ്. ചെറിയ മുത്താലിന് പഠിക്കാൻ വന്നത്രേ ഉള്ളൂ. അപ്പോ ഉമ്മ മുത്താലിമിന്റെ കയ്യിൽ വെള്ളം വന്നിരിക്കാൻ കൊടുത്തു. പ്രധാനമോ ആയത്തോ അതീതം ഖുറാനും കുട്ടിക്കൊന്നും അറിയില്ല. ഫസ്റ്റ് നർസിൽ വന്നാൽ നമുക്കറിയാം ആദ്യം പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് കുറച്ച് നർസിന് പോയാലുണ്ട് അപ്പൊ ഈ മുത്താലിം എന്താക്കി അറിയോ? വേറെ എന്തോ അറിയില്ല. ഉമ്മ വെള്ളം കൊടുത്തിട്ടപ്പോ ആ ചൊമ്പിന്റെ പാത്രം പിടിച്ച് പാലിട്ട് കൊടുത്ത് അങ്ങനെ അസനക്ക് ചാവണിക്കാൻ ഉമ്മ എന്ത് തോന്നിയ എന്റെ പണി ഏറെ പോയിട്ടില്ല. എന്റെ പണി ഏറെ പോയിട്ടില്ല. വെള്ളം കൂടെ അത്ര ക്വാണ്ടിറ്റിയാണ്. അതല്ല എല്ലാം പോയി. എന്താ കാരണം? ഇത് ആർത്താവിയാണ് ഭക്ഷണം കൊടുക്കുന്ന പരിപാടി നിർത്തി. നമ്മള് അയൽവാസികളെ നാട്ടുകാരെ വെച്ചിട്ട് കുടുംബക്കാരെ വെച്ചിട്ട് നോമ്പുതാണ്ട് കൊടുക്കണം. അതിന്റെ വർക്കത്താണ്. വീട്ടിലേക്ക് വർക്കത്താണ്. എപ്പോഴും പള്ളി കണ്ട് വന്നില്ല. നമുക്ക് വീട്ടിൽ ജമാത്താക്കാം. വീട്ടിൽ നോമ്പ് തന്നിട്ട് കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ വീട്ടിലുണ്ടോ ജമാത്ത്? അല്ല, വീട്ടിലേക്ക് വർക്കത്തിട്ടില്ലേ? വീട്ടിലേക്ക് വർക്കത്തിട്ടില്ലേ? കിട്ടും. നമുക്ക് ആദ്യം വരുമ്പോൾ രണ്ടാക്കാത്ത കഴിഞ്ഞ് പിന്നെ നമ്മൾ കുടിച്ചത് കാര്യം നമുക്ക് ഫുള്ളായി ജമാത്ത്. ഇതെല്ലാം വേണം മുൻഗാമികൾ പഠിപ്പിച്ചത്. പക്ഷെ ഇന്ന് നമ്മുടെ കയ്യിൽ നിയമത്ത് കൂടി. പണ്ട് പൈസ ഇല്ല, ആക്കിയോടുണ്ടായി. പൈസ ഇല്ല, ആക്കിയോടുണ്ടായി. ഇന്ന് പൈസ കൂടിയിട്ടാകുമ്പോ ആക്കാനുള്ള സംവിധാനവും മനസ്സും നമുക്ക് നഷ്ടപ്പെട്ടു പോകാൻ വേദമായിട്ട് വേറെ പറയാനുണ്ട്. പിന്നെ ഇടയ്ക്ക് പിന്നെ പോയിട്ട് വെള്ളം കുടിക്കാൻ തന്നില്ല. അപ്പൊ റമദാന്റെ ബഹുമാനം വലിയ ബഹുമാനം പറഞ്ഞിട്ട് തീരാത്ത ബദരീങ്ങളെ കുറിച്ചൊക്കെയും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സ്പെയിന്റെ ക്ലാസ് നമുക്ക് ചെറിയ രൂപത്തിൽ ഓരോ ദിവസമായിട്ട് പഠിക്കാം. ബദരീങ്ങളുടെ ആ പരിശുദ്ധമായ ദിവസം ചൊവ്വാഴ്ചയാണ്. എല്ലാവരും പങ്കെടുക്കാം. ബദരീങ്ങളുടെ ബർക്കത്തുകൊണ്ട് ഇവിടെ ദുനിയാവും ആഖിറവും പടച്ച സ്ഥാനത്താകട്ടെ. പുറത്തുനിന്ന് കാഴ്ചകളാണ് CH സെന്ററിന്റെ കാണുന്നുണ്ട്. മറ്റേ CH സെന്റർ നമ്മുടെ ഡയാലിസിസ് സെന്ററിൽ ഒരുപാട് ആളുകൾക്ക് ഉപകാരമുള്ള കാര്യമാണ്. വെള്ളിയാഴ്ച കൂടിയാണ്. നല്ലൊരു സഹായം ഓരോരുത്തരും എത്തിക്കാൻ. മുസ്തഫ മുഹമ്മദ്